ഹസ്തിനപുരം ഉപേക്ഷിക്കാൻ പാണ്ഡവർ നിശ്ചയിച്ചു. പാണ്ഡവരും പാഞ്ചാലിയും ഏഴാമതായി ഒരു നായും ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഉത്തരദിക്ക് ലക്ഷ്യമാക്കി പാണ്ഡവർ യാത്ര ആരംഭിച്ചു. ദിവ്യമായ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനൻ കൈവിട്ടിട്ടില്ലായിരുന്നു. യാത്രാമധ്യേ അഗ്നിദേവൻ പാണ്ഡവരുടെ മുന്നിൽ പ്രത്യക്ഷനായി അർജുനനോട് ഗാണ്ഡീവം ഉപേക്ഷിക്കാൻ സമയമായെന്ന് അഗ്നിദേവൻ പറഞ്ഞു. ഗാണ്ഡീവം അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരം വരുണനാണ് അർജുനൻ നൽകിയത്. അങ്ങനെ അർജുനൻ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും സമുദ്രത്തിൽ ഉപേക്ഷിച്ചു. പാണ്ഡവർ വടക്കോട്ട് നടന്നു ഹിമാലയത്തിൽ എത്തി. യാത്ര തുടർന്നു കുറച്ചു സമയത്തിനുശേഷം പാഞ്ചാലി ബോധരഹിതയായി വീണു. ഭീമസേനൻ പാഞ്ചാലി മരിക്കാൻ ഉണ്ടായ കാരണം യുധിഷ്ഠിരനോട് അന്വേഷിച്ചു. അർജുനനോടുണ്ടായിരുന്ന പക്ഷാപാതപരമായ സ്നേഹമാണ് പാഞ്ചാലിയുടെ മരണകാരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. അവർ വീണ്ടും യാത്ര തുടർന്നു. അടുത്തതായി ജീവൻ വെടിഞ്ഞത് സഹദേവനായിരുന്നു. തന്റെ അറിവിൽ ഗർവിതനായതുകൊണ്ടാണ് സഹദേവൻ യാത്ര തുടരാൻ കഴിയാതിരുന്നത്. അടുത്തത് നകുലനായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ അമിതമായി അഹങ്കരിച്ചത് മൂലമാണ് നകുലൻ പാണ്ഡവരെ വിട്ടുപിരിഞ്ഞത്. അടുത്തതായി അർജുനനും